വളരെ കാലം മുൻപ് വിതുൽ, ഉൽപ്പൻ എന്നീ 2 രാക്ഷസന്മാർ ജീവിച്ചിരുന്നു. ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാൻ അവർ കഠിനമായ തപസ് അനുഷ്ഠിച്ചു. ബ്രഹ്മാവിന്റെ അനുഗ്രഹം നേടിയെടുത്തതിന് ശേഷം അവർ ദേവന്മാരെയും ബ്രാഹ്മണരെയും അവരുടെ കർമ്മത്തിൽ നിന്നും വിലക്കുവാനും പീഡിപ്പിക്കുവാനും തുടങ്ങി. പതിവ് പോലെ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ച് സഹായ അഭ്യർത്ഥന നടത്തുന്നു. പാർവതി ദേവി ഉടനെ തന്നെ 2 അസുരന്മാരെയും നിഗ്രഹിക്കുമെന്ന് ബ്രഹ്മാവ് അവർക്ക് ഉറപ്പുകൊടുത്തു. ശിവനെയും പാർവതിയെയും സ്തുതിച്ചുകൊണ്ട് അനുഗ്രഹം നേടുവാനും അദ്ദേഹം അവരോട് നിർദ്ദേശിച്ചു. ദേവന്മാർ തിരികെ പോയി ശിവനെയും പാർവതിയെയും സ്തുതിക്കുവാൻ തുടങ്ങി. ഒരു നിർഭാഗ്യകരമായ ദിനത്തിൽ വിതുലനും ഉൽപ്പലനും പാർവതി ദേവി തൻ്റെ സഹകാരികളോടൊപ്പം വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഉദ്യാനത്തിലെത്തി. തദവസരത്തിൽ ഇരുവരും ശിവന്റെ ഗണങ്ങളായി വേഷം മാറി. എന്നാൽ ശിവന് അവരുടെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയുവാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹം അസുരന്മാരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പാർവതിക്ക് കൃത്യമായ സൂചന നൽകി. തൻ്റെ സഹകാരികൾക്കൊപ്പം പന്തുമായി ഉല്ലസിച്ചുകൊണ്ടിരുന്ന പാർവതിക്ക് ശിവൻ എന്താണോ പറയുവാൻ ഉദ്ദേശിച്ചത് എന്ന് സംശയലേശമന്യേ മനസ്സിലായി. അവൾ ഇരുവരുടെയും ദേഹത്തേക്ക് പന്തുകൊണ്ട് എറിഞ്ഞു. ആ പ്രഹരത്തിൻ്റെ ശക്തിയിൽ 2 അസുരന്മാരും സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു വീണു. അതിനുശേഷം ആ പന്ത് നിലത്ത് വീണ് ഒരു ലിംഗമായി രൂപാന്തരപ്പെട്ടു. ആ ലിംഗം കുണ്ടുകേശ്വർ ലിംഗമായി പ്രസിദ്ധിയാർജിച്ചു. വിതുലന്റെയും ഉൽപ്പലന്റെയും മരണത്തിനാൽ ദേവതകൾ ആനന്ദഭരിതരായി.